Assalamu Alaikum. Hello dear students. So in the last class we were discussed about what the binocular vision. In this class we are going to learn about the eye defects and diseases. കണ്ണിനെ ബാധിക്കുന്ന ചില ഡിസീസുകളും ഡിഫെക്ട്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Okay, the first is night blindness. So what is the cause of this night blindness? The first disease is the night blindness. We know that there is a pigment called retinal. Retinal എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഇല്ലേ? So എന്താണ് ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിൽ ഈ റെറ്റിനാൽ എന്ന് പറയുന്നത് എന്താണ് ഒരു വിഷ്വൽ പിഗ്മെന്റ് ആണ് അല്ലേ? സോ എന്താണ് യു ഹാവ് സ്റ്റഡീഡ് ദ റെറ്റിനാൽ പാർട്ട് ഓഫ് ദ വിഷ്വൽ പിഗ്മെന്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം വിറ്റാമിൻ എ. റെറ്റിനാൽ എന്ന് പറയുന്ന പിഗ്മെന്റ് നമ്മൾ പഠിച്ചു. വി ഓൾറെഡി ലേൺഡ് അബൌട്ട് ദ റെറ്റിനാൽ. ഇറ്റ്സ് എ വിഷ്വൽ പിഗ്മെന്റ് ആൻഡ് എന്താണ് റെറ്റിനാൽ എന്ന് പറയുന്നത് എന്താണ് ഇത് വിറ്റാമിൻ എയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണ്. ഓക്കെ, സോ ദ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആസ് എ റിസൾട്ട് ഇൻ ദ ലോ പ്രൊഡക്ഷൻ ഓഫ് റെറ്റിനാൽ. അപ്പം വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവിടെ റെറ്റിനാലിൻ്റെ പ്രൊഡക്ഷനും കുറയും. Okay, and this in turn prevents the resynthesis of rhodopsin. അപ്പോൾ റൊഡോപ്സിൻ എന്ന് പറയുന്ന ആ പിഗ്മെൻറ്റും അവിടെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ റീഅബ്സോർപ്ഷൻ അവിടെ നടക്കാതെ വരും, അല്ലെങ്കിൽ റീസിന്തസിസ് അവിടെ നടക്കാതെ വരും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നു? ഇതൊരു ബ്ലൈൻഡ്നെസ്സിലേക്ക് ലീഡ് ചെയ്യുന്നു. ഓക്കെ, ദ ഒബ്ജക്ട്സ് കനോട്ട് ബി സീൻ ക്ലിയർലി ഇൻ ഡിം ലൈറ്റ്. റെറ്റിനാൽ എന്ന് പറയുമ്പം എന്താണ് അതിൻ്റെ ആബ്സെൻസ് അവിടെ ഉണ്ടാവുന്നത്. ആബ്സെൻസ് ഉണ്ടാകുമ്പോൾ എന്താണ് അവിടെ വാട്ട് ഹാപ്പൻസ് ദെയർ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ റെറ്റിനാലിൻ്റെ ആബ്സെൻസ് അവിടെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡിം ലൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. വി കാൺ സീ ദ ഒബ്ജക്ട്സ് ഇൻ ദ ഡിം ലൈറ്റ്. ഡിം ലൈറ്റിൽ നമുക്ക് ഒബ്ജക്ട്സിനെ കാണാതിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. അതിനെയാണ് നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, റെറ്റിനാൽ എന്ന് പറയുമ്പോൾ എന്താണ്? വിറ്റാമിൻ എയുടെ ഒരു ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ എയുടെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? റെറ്റിനാലിൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് റെറ്റിനാൽ ഓൾസോ ആൻഡ് ദിസ് ലീഡ്സ് ടു ദ ബ്ലൈൻഡ്നെസ്. അതായത് ഡിം ലൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒബ്ജക്ട്സിനെ കാണാൻ പറ്റത്തില്ല. വി കാൺ സീ ദ ഒബ്ജക്ട്സ് ഇൻ ദ dim light, and this leads to the blindness, and this disease is called night blindness. So first disease is the night blindness. ഒന്നാമത്തെ disease ആണ് night blindness, and the second one xerophthalmia. Okay, xerophthalmiaയും എന്താണ്? xerophthalmia. Okay, xerophthalmiaയിലും എന്താണ്? വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി. ദർ ഈസ് ദ ഡെഫിഷ്യൻസി ഇൻ ദ വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? കൺജങ്ക്റ്റൈവയും കോർണിയയും, ദ കൺജങ്ക്റ്റൈവ ആൻഡ് കോർണിയ ബിക്കം ഡ്രൈ ആൻഡ് ഒപ്പേക്ക്. ഓക്കെ, സോ വാട്ട് ആർ ദ പാർട്സ്? കൺജങ്ക്റ്റൈവ ആൻഡ് കോർണിയ. കൺജങ്ക്റ്റൈവയും കോർണിയയും എന്തായിട്ട് മാറുന്നു? കൺജങ്ക്റ്റൈവ ആൻഡ് കോർണിയ ബിക്കം ഡ്രൈ ആൻഡ് ഒപ്പേക്ക്. ഡ്രൈ ആവുകയും, ഒപ്പേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ലൈറ്റ് ഫോൾ ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആവുന്നു. അപ്പം ഡ്രൈ ആൻഡ് ഒപ്പേക്ക്, ആൻഡ് ദിസ് കോസസ് xerophthalmia ആൻഡ് ലീഡ്സ് ടു അൾട്ടിമേറ്റ്ലി ടു ബ്ലൈൻഡ്നെസ്. ഇറ്റ് ലീഡ്സ് അൾട്ടിമേറ്റ്ലി ടു ബ്ലൈൻഡ്നെസ്. ഇതെന്ത് ഉണ്ടാവുന്നതിന് കാരണമാകുന്നു? ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നതിന് ഒരു റീസൺ ആണ്. ഓക്കെ, സോ കൺജങ്ക്റ്റൈവ. അപ്പോൾ xerophthalmiaയിൽ എന്താണ്? xerophthalmia is due to the deficiency in the production of vitamin A. അല്ലെങ്കിൽ വിറ്റാമിൻ എയിൽ prolonged deficiency ഉണ്ടാകുമ്പോഴാണ് xerophthalmia ഉണ്ടാകുന്നത്. So due to this prolonged deficiency of vitamin A, the conjunctiva and cornea become opaque, dry and opaque, and this leads to blindness. ഇത് എന്തിലേക്ക് നയിക്കുന്നു? ബ്ലൈൻഡ്നെസ്സിലേക്ക് നയിക്കുന്നു. So second disease is the xerophthalmia, and the third one is the color blindness. Okay, as the name suggests, the disease is also called color blindness. എന്താണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുമ്പം? കളർ കാണാൻ പറ്റാത്ത അവസ്ഥയല്ലേ? സോ color blindness. From this name we can understand what is that disease. So you are aware that the retina contains corn cells. Retinal എന്താണ്? corn cells ഉണ്ട്. Retina contains corn cells which can be detect red, green and blue colors. അപ്പം റെറ്റിനയിൽ എന്താണുള്ളത്? corn cells ഉണ്ട്. We know that in retina there are corn cells, and the corn cells which detect the red, ഏതൊക്കെ കളേഴ്സാണ്? പ്രൈമറി കളേഴ്സ് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ആ കളേഴ്സ് എന്ന് പറയുന്നത്? റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. പ്രൈമറി കളേഴ്സിനെ കാണാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ്?
ഏത് സെൽസ് ആണ്? റെറ്റിനയിലെ കോൺ സെൽസ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? സം പേഴ്സൺസ് കനോട്ട് ഡിസ്റ്റിങ്വിഷ് ഗ്രീൻ ആൻഡ് റെഡ് കളേഴ്സ്. ഗ്രീനും റെഡ് ചില പേഴ്സൺസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഗ്രീനും റെഡ് കളേഴ്സും പ്രൈമറി കളേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺ സെൽസ് ഉള്ള അല്ലെങ്കിൽ എന്താണ് റെഡും ഗ്രീൻ കളേഴ്സും എന്ത് ചെയ്യാതിരിക്കുന്നു, അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സിനെ കാണാൻ പറ്റാതിരിക്കുന്നു. അത് വിച്ച് കനോട്ട് ഡിസ്റ്റിങ്വിഷ് ഗ്രീൻ ആൻഡ് റെഡ് കളേഴ്സ് ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഓഫ് കോൺ സെൽസ്. കോൺ സെൽസിൻ്റെ ഡിഫക്റ്റ് കാരണം എന്ത് സംഭവിക്കുന്നു? ഗ്രീനും റെഡ് കളറും പ്രൈമറി കളേഴ്സിനെ കാണാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ആൻഡ് ദിസ് കണ്ടീഷൻ ഇസ് കോൾഡ് കളർ ബ്ലൈൻഡ്നെസ്. കളർ, അതായത് പ്രൈമറി കളേഴ്സ് ആയിട്ടുള്ള റെഡ്, ഗ്രീന്, ബ്ലൂ കളേഴ്സ് കാണാൻ പറ്റാത്തൊരു അവസ്ഥയാണെന്ന് പറയുന്നത് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ എന്താണ് ഡിഫക്റ്റ് ഓഫ് കോൺ സെൽസ്. കോൺ സെൽസിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ് കാരണം വി കാൺ സീ ദ റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ കളർ. സോ ദാറ്റ് ലീഡ്സ് ടു ദ കളർ ബ്ലൈൻഡ്നെസ്. ഓക്കെ, സോ നമ്മൾ ഏതൊക്കെ ഡിസീസസ് പഠിച്ചു? നൈറ്റ് ബ്ലൈൻഡ്നെസ്, സീറോഫ്താൽമിയ, കളർ ബ്ലൈൻഡ്നെസ്. ദർ ആർ അനദർ ഡിസീസസ് ഓൾസോ, ഗ്ലോക്കോമ. ഓക്കെ, ഗ്ലോക്കോമ എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോക്കോമ എന്ന് പറയുന്നത് അക്വസ് ഹ്യൂമർ. വി നോ ദാറ്റ് ഇൻ ദ ഐ ദർ ഈസ് അക്വസ് ഹ്യൂമർ. അക്വസ് ഹ്യൂമർ എന്ന് പറയുന്ന ദ്രവമുണ്ട്. സോ ദിസ് അക്വസ് ഹ്യൂമർ ഫ്ലൂയിഡ് വിച്ച് നറിഷസ് ദ ടിഷ്യൂസ് ഇൻ ദ ഐ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് അക്വസ് ഹ്യൂമർ? അക്വസ് ഹ്യൂമർ നറിഷസ് ദ ടിഷ്യൂസ് ഇൻ ദ ഐ. ഐസിലെ ടിഷ്യൂസിനെ നറിഷ് ചെയ്യാന്നുള്ള ഫംഗ്ഷനാണ് ഏതിനുള്ളത്? അക്വസ് ഹ്യൂമറിനുള്ളത്. അപ്പോഴെന്ത് സംഭവിക്കുന്നു? ഇഫ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ ഡസ് നോട്ട് അക്വർ, അപ്പം അക്വസ് ഹ്യൂമറിൻ്റെ റീഅബ്സോർപ്ഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ, ഇഫ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ ഡസ് നോട്ട് ഒക്വർ ഇറ്റ് കോസസ് ഇൻക്രീസ് ഇൻ ദ പ്രഷർ ഇൻസൈഡ് ദ ഐ. അപ്പോൾ അക്വസ് ഹ്യൂമറിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഐയുടെ അകത്തെ പ്രഷർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. ഇറ്റ് ഇൻക്രീസസ് ദ പ്രഷർ, ഇറ്റ് ലീഡ്സ് ടു ദ ഇൻക്രീസസ് ദ പ്രഷർ ഇൻസൈഡ് ദ ഐ. ഐയുടെ അകത്തുള്ള പ്രഷർ എന്ത് ചെയ്യുന്നു? അത് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? വാട്ട് ഈസ് ദ റിസൾട്ട്? ദിസ് കോസസ് ഡാമേജ് ടു ദ റെറ്റിന ആൻഡ് ദ ഫോട്ടോ റിസെപ്റ്റേഴ്സ്. റെറ്റിനയ്ക്കും ഫോട്ടോ റിസെപ്റ്റേഴ്സിന് ഇതെന്തുണ്ടാക്കുന്നു? ഡാമേജ് ഉണ്ടാക്കുന്നു. അപ്പോൾ എന്താണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്? ഐയുടെ അകത്തെ പ്രഷർ കൂടുക അല്ലേ? ഇറ്റ് ഇൻക്രീസസ് ദ പ്രഷർ ഇൻസൈഡ് ദ ഐ. ഐയുടെ അകത്തെ പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എന്താണ് അതിൻ്റെ കോസ് എന്ന് പറയുന്നത്? അതായത് ഫോട്ടോ റിസെപ്റ്റേഴ്സും കോൺ സെൽസും എന്ത് ചെയ്യുന്നു? അവിടെ ഡിഫക്റ്റ് സംഭവിക്കുന്നു. കോൺ സെൽസിനും ഫോട്ടോ റിസെപ്റ്റേഴ്സിനും അവിടെ ഡിഫക്റ്റ് സംഭവിക്കുന്നു. അതെന്താ? ഏത് ഡിസീസിലേക്ക് ലീഡ് ചെയ്യുന്നു? ദിസ് ലീഡ്സ് ടു ദ ഡിസീസ് കോൾഡ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്ന് പറയുന്ന ഡിസീസിലേക്ക് ലീഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത് എന്താണ്? അക്വസ് ഹ്യൂമറിൻ്റെ റീഅബ്സോർപ്ഷൻ. ദർ ഈസ് നോ റീഅബ്സോർപ്ഷൻ ഇൻ ദ അക്വസ് ഹ്യൂമർ. ഇറ്റ് ലീഡ്സ് ടു വാട്ട്? അപ്പം അക്വസ് ഹ്യൂമറിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വാട്ട് ഹാപ്പൻസ് ദെയർ? ദ പ്രഷർ ഇൻസൈഡ് ദ ഐ ഇൻക്രീസസ്. ആ ഐയുടെ അകത്തെ പ്രഷർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? ദിസ് കോസസ് ഡാമേജ് ടു ദ റെറ്റിന ആൻഡ് ദ ഫോട്ടോ റിസെപ്റ്റേഴ്സ്. ഇതെന്ത് ചെയ്യുന്നു? ഫോട്ടോ റിസെപ്റ്റേഴ്സിനെയും റെറ്റിനയിലെ കോൺസെൽസിനെയൊക്കെ എന്ത് ചെയ്യുന്നു? അത് ബാധിക്കുന്നു. ഓക്കെ, ആൻഡ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ്. അപ്പോൾ ഗ്ലോക്കോമ കാരണം എന്തുണ്ടാവുന്നു? ഡ്യൂ ടു ദിസ് ഗ്ലോക്കോമ ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ദ ബ്ലൈൻഡ്നെസ്. ഗ്ലോക്കോമ കാരണം അവിടെ എന്തുണ്ടാവുന്നു? ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നു. ഓക്കെ, സോ ദി ഡിഫക്റ്റ് ഈസ് കോൾഡ് ഗ്ലോക്കോമ ആൻഡ് ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ ലേസർ സർജറി. അപ്പോൾ ഗ്ലോക്കോമ നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? വി ക്യാൻ റെക്ടിഫൈ ദ ഡിസീസ് ഗ്ലോക്കോമ ബൈ ഏത് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നത്? ലേസർ സർജറിയിലൂടെ നമുക്കിതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. സോ ഏത് സർജറിയാണ്? ലേസർ സർജറി. ത്രൂ ലേസർ സർജറി വി ക്യാൻ റെക്ടിഫൈ ഗ്ലോക്കോമ. ലേസർ സർജറിയിലൂടെ നമുക്ക് ഗ്ലോക്കോമേനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്താണ് ഗ്ലോക്കോമ എന്ന് പറയുന്ന? കോർണിയയിലെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ? പ്രഷർ ഇൻസൈഡ് ദ ഐ ഇൻക്രീസസ്. കണ്ണിനകത്തെ പ്രഷർ കൂടി വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഗ്ലോക്കോമ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ദ അനദർ ഡിസീസ് കോൾഡ് കാറ്ററാക്ട്. വി നോ ദാറ്റ് കാറ്ററാക്ട് അല്ലേ? തിമിരം എന്ന് പറയും. ഇപ്പോൾ കാറ്ററാക്ട് നമ്മൾ ഓൾഡ് പാരൻസിനൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്. എന്താണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്? കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ലെൻസ് ഓഫ് ദ ഐസ് ബിക്കം ഒപ്പേക്ക് ആൻഡ് റിസൾട്ടിങ് ദ ബ്ലൈൻഡ്നെസ്. അതായത് ലെൻസ് എന്തായിട്ട് മാറുന്നു? ലെൻസ് ബിക്കം ഒപ്പേക്ക്. അപ്പോൾ കാറ്ററാക്ട് എന്താണ്? ലെൻസ് എന്തായിട്ട് മാറുന്നു? ബിക്കം ഒപ്പേക്ക്. അതായത് ലൈറ്റ് ഫോളോ ചെയ്യില്ല. സോ ലെൻസ് ബിക്കം ഒപ്പേക്ക്.
So how we can rectify this? നമുക്ക് എങ്ങനെ ഇത് cataract നമുക്ക് rectify ചെയ്യാൻ പറ്റും? This can rectified by replacing the lens with an artificial one through surgery. സർജറിയിലൂടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലെൻസ് വെച്ചിട്ട് നമുക്കിതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്? The lens become opaque. ലെൻസ് ഒപ്പേക്ക് ആയിട്ട് മാറുന്നു. And how we can rectify this? We can rectify by through surgery. by placing artificial lens ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ artificial lens വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് സർജറിയിലൂടെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ in that way we can rectify this cataract. Okay. And the last disease called conjunctivitis. Okay. എന്താണ് ലാസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്? നമ്മൾ ചെങ്കണ്ണെന്ന് പറയത്തില്ലേ? സോ എന്താണ് കൺജങ്ക്റ്റിവൈറ്റിസ്. ഓക്കെ, ഇതാണ് നമ്മൾ ചെങ്കണ്ണ് എന്ന് പറയുന്നത്. ഇത് എന്താണ്? ഇതൊരു സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസാണ് അല്ലേ? ബാക്കിയുള്ള ഡിസീസസ് ഒന്നും സ്പ്രെഡ് ചെയ്യത്തില്ല. ദിസ് ഡിസീസ് ഓൺലി സ്പ്രെഡ്. ഈ ഒരു ഡിസീസ് കൺജങ്ക്റ്റൈറ്റിസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? സ്പ്രെഡ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ആൻ ഇൻഫെക്ഷൻ ഓഫ് ദ കൺജങ്ക്റ്റൈവ. പേരിൽ ആസ് ദ നെയിം സജസ്റ്റ്, എന്താണ് നെയിം പറയുന്നത് പോലെ തന്നെ കൺജങ്ക്റ്റിവയ്ക്ക് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ആൻ ഇൻഫെക്ഷൻ ഓഫ് ദ കൺജങ്ക്റ്റൈവ. കൺജങ്ക്റ്റൈവയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷനാണ് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. ദിസ് കോസേറ്റീവ് ഓർഗാനിസം മേ ബി ബാക്ടീരിയ, വൈറസ്. ഇതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് ബാക്ടീരിയ ആവാം, വൈറസ് ആവാം. ഓക്കെ, സോ വാട്ട് ആർ ദ കോസേറ്റീവ് ഓർഗാനിസം? ബാക്ടീരിയ ഓർ വൈറസ്. ബാക്ടീരിയോ വൈറസ് ഒക്കെ എന്താണ്? ഇതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസംസ് ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഡിസീസസ് ഇസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കോണ്ടാക്ട്. ദിറ്റ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ പേഴ്സണൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിസീസിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പേഴ്സണൽ ഹൈജീൻ, നമുക്ക് ഹൈജീൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദിസ് ഈസ് ദ ഇൻഫെക്ഷൻ ഇൻ ദ കൺജങ്ക്റ്റൈവ. കൺജങ്ക്റ്റൈവയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷനാണ് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം എന്താണ്? ദ കോസേറ്റീവ് ഓർഗാനിസം മേ ബി ബാക്ടീരിയ ഓർ വൈറസ്. ദിസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? ത്രൂ പേഴ്സണൽ ഹൈജീൻ. ഓക്കെ, ഇത് കോണ്ടാക്റ്റിലൂടെ എന്ത് ചെയ്യുന്നു? ത്രൂ ദ കോണ്ടാക്ട് ഇറ്റ് പ്രിവെൻസ്. കോണ്ടാക്റ്റിലൂടെ ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നീട് നിങ്ങളുടെ ഈ ഐയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ദ പാർട്സ് ഓഫ് ദ ഐയുടെ പാർട്സ് പഠിച്ചു, പിന്നെ ഡിസീസസ് പഠിച്ചു. അപ്പം ലാസ്റ്റായിട്ട് നമുക്ക് എങ്ങനെ ഐ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം നമുക്ക് എങ്ങനെ ഐ പ്രൊട്ടക്റ്റ് ചെയ്യാം? ഇൻ വാട്ട് മെത്തേഡ് വി ക്യാൻ പ്രൊട്ടക്റ്റ് അവർ ഐ? നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം? അപ്പം നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഐനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. എന്തൊക്കെ ചെയ്യാം ഐനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താണ്, നമുക്ക് ഐസ് നമുക്ക് എന്ത് ചെയ്യാം? കോൾഡ് വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്യുക. ഓക്കെ, വാഷ് ദ ഐസ് വിത്ത് കോൾഡ് വാട്ടർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐനെ വാഷ് ചെയ്യുക. അപ്പം എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇഫ് ദർ ഈസ് എനി ഡസ്റ്റ് പാർട്ടിക്കിൾ ഇൻസൈഡ് ദ ഐ, വി ക്യാൻ റിമൂവ് ഇറ്റ് ത്രൂ വാഷിംഗ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ വാഷ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ നമ്മുടെ ഐസിൽ നിന്ന് നമുക്കതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫുഡ് മെറ്റീരിയൽസ്, നമ്മൾ വി ഈറ്റ് ഫുഡ് മെറ്റീരിയൽസ് ദാറ്റ് റിച്ച് ഇൻ വിറ്റാമിൻ എ. വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡ്സ് നമ്മൾ ധാരാളം കഴിക്കുക. ഓക്കെ, സോ വി ഈറ്റ് ദ ഫുഡ് ദാറ്റ് ആർ റിച്ച് ഇൻ വിറ്റാമിൻ എ. വിറ്റാമിൻ എ അടങ്ങിയ ഫുഡ്സ് കഴിക്കുക. ദെൻ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ നമ്മൾ എക്സസീവ് യൂസ് ഓഫ് മൊബൈൽസ്, അതുപോലെ തന്നെ എന്താണ് TV ഒക്കെ നമ്മൾ കാണുന്നത് റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, സോ ദ എക്സസീവ് യൂസ് ഓഫ് മൊബൈൽസ്, കമ്പ്യൂട്ടറൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നതിലൂടെ വി ക്യാൻ പ്രൊട്ടക്റ്റ് അവർ ഐസ്. ഓക്കെ, പിന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വി ക്യാൻ പ്രൊട്ടക്റ്റ് അവർ ഐസ്. നമുക്ക് ഒരുപാട് ഡിസീസിൽ നിന്ന്, ഡിഫക്റ്റിൽ നിന്നൊക്കെ വി ക്യാൻ പ്രൊട്ടക്റ്റ് അവർ ഐസ്. നമുക്ക് അങ്ങനെ ഐസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നീട് എന്താണ്, നമുക്ക് ഐസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ട്രാൻസ്പ്ലാന്റ് അവർ ഐ അല്ലേ? ഐ ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് വെച്ചാൽ ഐ മൊത്തത്തിലെടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്നല്ല. നമ്മുടെ വി നോ ദാറ്റ് ദർ ഈസ് എ പാർട്ട് കോൾഡ് കോർണിയ. കോർണിയ എന്ന് പറയുന്നൊരു പാർട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോർണിയാണ് അവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ്, നമ്മൾ ഒരു ഐ ഡൊണേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൈഫ് ഡൊണേറ്റ് ചെയ്യല്ലേ? അപ്പം നമുക്ക് ഈ ഒരു കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വഴി നമുക്ക് വേറൊരാൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഒരു ലൈഫ് കൊടുക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ ഐ ഡൊണേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഐ ഡൊണേഷൻ ഈസ് ദ ലൈഫ് ഡൊണേഷൻ. ഓക്കെ, സോ ഇൻ ദിസ് ക്ലാസ് വി വെർ ഡിസ്കസ്ഡ് അബൌട്ട് ദ ഡിഫറെൻറ്റ് ഡിസീസസ് ആൻഡ് ഡിഫക്ട്സ് ദാറ്റ് അഫക്ട് ദ ഐയെ അഫക്റ്റ് ചെയ്യുന്ന കുറേ ഡിസീസസും ഡിഫക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ in the next class we will discuss about the ear. Earന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ദ ഇയർ
ഇയർ ആൻഡ് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നൗ വി ക്യാൻ വൈൻഡ് അപ്പ്. താങ്ക്